നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഈ ഒരു തംബ്നെയിൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് എല്ലാവരും. ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മാക്സിമം നോക്കുക. കാരണം ഇതൊരു ഒരുപാട് നീട്ടിയുള്ള ഒരു വീഡിയോ അല്ല, പക്ഷേ ഒരുപാട് ലെങ്തി വീഡിയോ അല്ല, ഷോർട്ട് വീഡിയോ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സ് ഏത്? അന്നേരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഒരുപാട് കോഴ്സുകളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബിടെക്കിൻ്റെ മെക്കാനിക്കലോ സിവിലോ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് കോഴ്സ് എടുക്കുക, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസി. ഇനി മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് MBBS അല്ലെങ്കിൽ BDS വെറ്റിനറി അങ്ങനെയുള്ളതും എടുക്കുക. അഗ്രികൾച്ചർ പോലുള്ള വേറെ കോഴ്സുകൾ, പാരാമെഡിക്കൽ കോഴ്സുകൾ എടുക്കുക. പാരാമെഡിക്കൽ കോഴ്സുകളാണെങ്കിൽ അനവധി ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട്. ബിടെക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ AA ഉൾപ്പെടെ 42 കോഴ്സുകളുണ്ട്. ഇനി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നേവി, ആർമി, എയർഫോഴ്സ് അങ്ങനെയുള്ളത്. പിന്നെ നമ്മുടെ ടീച്ചിങ് ഫീൽഡിലോട്ട് വന്ന അധ്യാപക പ്രൊഫഷൻ, എന്തും വേണ്ടി പ്രൊഫഷൻ, നേഴ്സിംഗ് എന്ന് പറയുന്ന വളരെ ഗംഭീരമായ പ്രൊഫഷൻ, എന്തും വേണ്ടി പ്രൊഫഷനാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. ഇൻഫിനിറ്റിയാണ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള കോഴ്സുകൾ. ഇതാണ് നമുക്ക് കൺഫ്യൂഷൻ. ഇതിനകത്ത് ഏത് കോഴ്സ് എടുക്കും? ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ പഠിക്കുമ്പം എനിക്ക് 10ാം ക്ലാസ്സിൽ നമ്മുടെ ടീച്ചർ ചോദിച്ചു, എല്ലാ കുട്ടികളോടും ചോദിക്കുന്നുണ്ട്, ഓരോരുത്തർ എഴുന്നിട്ട് നിങ്ങളുടെ അംബീഷൻ എന്താണ്? നിങ്ങളോട് ചിലപ്പോൾ ഇപ്പം ചോദിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അംബീഷൻ എന്താണ്. എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. കാരണം അന്ന് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ അൽഗോരിതമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ സിമ്പിളായിട്ട് ചാർട്ടൊക്കെ വരയ്ക്കുന്നതായതുകൊണ്ട് നമുക്ക് ഭയങ്കര രസമായിരുന്നു. ഇതുപോലെ പഠിക്കുന്നതാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നാണ്. ഇതുപോലൊക്കെ പഠിച്ചാൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകാൻ എളുപ്പമാണെന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ കയറി പറ്റി. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകണം എന്ന് വിചാരിച്ചു. പക്ഷേ പല രീതിയിൽ അന്നൊന്നും പറഞ്ഞു തരാനുമില്ല, ആരും പറഞ്ഞു തരുന്ന ഒരു വഴികളൊക്കെ കറക്റ്റ് ആകണമെന്നില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ BSc ഫിസിക്സോ MSc ഫിസിക്സോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു ഫീൽഡിൽ, ഒരു ടീച്ചിങ് ഫീൽഡിൽ വന്നു. പിന്നെ അതിനെ ഒരുപാട് സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടാണ് ഞാനിപ്പം ഈ ലെവലിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പം 21 കൊല്ലം ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ ട്യൂഷൻ എടുത്ത് തുടങ്ങിയ അധ്യാപകൻ. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്, ലോകത്തിൽ ഒരുപാട് പേരുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് പേരുണ്ട്, കേരളത്തിൽ ഒരുപാട് പേരുണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നൊരു പോയിന്റ്, ആ പോയിന്റിൽ നിങ്ങൾ ഏറ്റവും ആദ്യം വിചാരിക്കേണ്ടത് എന്നെക്കൊണ്ട് ആ കോഴ്സ് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം, ആ ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ ഒരു സ്കില്ല് വേണം. ഇപ്പം നേഴ്സിംഗ് ഞാൻ പല കുട്ടികളും കണ്ടിട്ടുണ്ട്. +2 കഴിയുമ്പോഴത്തേന് എന്നോട് +2 പ്രാക്ടിക്കലിൻ്റെയൊക്കെ സമയത്ത് കുട്ടികൾ പറയും, സാറേ ഏത് കോഴ്സ് എടുക്കാനായിട്ടെന്ന് ചോദിക്കുമ്പോൾ പറയും നേഴ്സിംഗാണ്. ഞാൻ ആരാ? അച്ഛനും അമ്മയും പറഞ്ഞു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് നേഴ്സിംഗാണ്, UK അല്ലെങ്കിൽ വെളിയിലോ ഒക്കെ പോയി പഠിക്കാം, നല്ല അടിപൊളി സാലറിയാണ്. ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാണ്? ഞങ്ങൾക്ക് പേടിയേ സാറേ. എന്നുവെച്ചാൽ രക്തം കണ്ടാൽ പേടിക്കുകയും അല്ലെങ്കിൽ അതിന് ആ പ്രൊഫഷനോട് ഒട്ടും ഇഷ്ടമില്ലാത്ത കുട്ടികൾ നേഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് അതിനോടൊരു എന്താണ് മാക്സിമം ഡെഡിക്കേഷൻ വേണം. ഡോക്ടർ 24 മണിക്കൂറും നമ്മൾ സന്നദ്ധരായിരിക്കണം, ജോലി ചെയ്യണം. സന്നദ്ധരാണെന്ന് ഉറപ്പുള്ളവരെ ഡോക്ടേഴ്സ് ആകുള്ളൂ. റഷ്യയിൽ പോയോ, ഉക്രൈനിൽ പോയോ, ജോർജിയയിൽ പോയോ, ചൈനയിൽ പോയോ ഡോക്ടറായിട്ട് വരാം. ആ ഡോക്ടർ ഒരു പെർഫെക്റ്റ് ഡോക്ടർ ആകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ചിലപ്പം ഇനിയുള്ള കാലത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ സ്കില്ലെന്ന് പറയുന്ന വാക്ക് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ വെച്ചു. നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ തിരഞ്ഞെടുക്കുക. കമ്പ്യൂട്ടർ ഗെയിം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ടിക്ടോക്ക് കളിക്കാൻ അടിപൊളിയാണ്, നമ്മൾ സൂപ്പറായിട്ട് നല്ല സ്പീഡായിട്ട് മൊബൈലിൽ എന്ന് പറഞ്ഞുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പറ്റൂല. നിങ്ങൾ ഏതിനകത്താണോ നല്ല നിങ്ങളുടെ സ്കില്ലുള്ളത് അതിനെ ഡെവലപ്പ് ചെയ്യുന്നൊരു കോഴ്സ് നിങ്ങൾ എടുക്കാൻ നോക്കുക. അതിന് എത്രമാത്രം ജോലി സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് പഠിപ്പിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അധ്യാപകന് ജോലി നോക്കുക. നിങ്ങൾ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് നിങ്ങൾക്ക് MBBS പോലുള്ള അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്ത് നിങ്ങൾക്ക് വളരെ കാര്യമായിട്ട് വരണം, എനിക്ക് ഡോക്ടർ ആകണം, എനിക്ക് എൻ്റെ മനസ്സിൽ 100% ഉണ്ട് ആ ഒരു ഇച്ഛാശക്തിയെങ്കിൽ നിങ്ങൾ MBBS BDS അങ്ങനെയുള്ള വെറ്റിനറി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എടുക്കാം. ഇനി എനിക്ക് ഒരുപാട് മെഡിക്കൽ കോഴ്സ് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഒരുപാട് പഠിക്കാൻ വയ്യ. ഇതുപോലെ MBBSൻ്റെ വിട്ടത് 5 കൊല്ലം, പിന്നെ 2 കൊല്ലം, പിന്നെ 3 കൊല്ലം ഇങ്ങനെ പഠിക്കാൻ വയ്യ. വളരെ പരിമിതമായ സമയം കൊണ്ട് പഠിക്കും. റേഡിയോളജി പോലുള്ള കോഴ്സുകൾ വളരെ പരിമിതമായ ഒരു 3 വർഷം കൊണ്ട് എനിക്കൊരു ഡിഗ്രി എടുത്തതിന് ശേഷം എനിക്കൊരു ജോലി പ്രവേശിക്കണമെന്ന് വിചാരിക്കുക. ആ കോഴ്സിനെ ഇഷ്ടപ്പെടുകയും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ പാരാമെഡിക്കൽ കോഴ്സുകൾ അനവധിയാണ് ഈ പറഞ്ഞ പോലെ. എനിക്ക് കമ്പ്യൂട്ടർ IT പോലുള്ള നല്ല
അടിപൊളി ജോലി എന്ന് പറഞ്ഞാൽ പല പ്രതിസന്ധികളൊക്കെ നേരിടുമായിരിക്കും IT എപ്പോഴും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് അതൊക്കെ ഒരു സൈക്കിളാണ്. എല്ലാ ജോലിക്കും അത് ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പം ചില വർഷങ്ങൾ മോശങ്ങളായിരിക്കാം, പക്ഷെ അതങ്ങ് മാറി ഗംഭീരമാകും. കാരണം നിങ്ങൾ എടുക്കുന്ന ഏത് ജോലി, ലോകത്തിലെ ഏത് ജോലി, ഏത് കോഴ്സും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യുന്ന മിടുക്കന്മാരെപ്പോഴും കയറി വരും. ഇപ്പം നിങ്ങൾ ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരൻ അല്ലേ, നമുക്ക് എടുത്തു പറയാൻ ഇപ്പോൾ സച്ചിൻ എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു പേര് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് ആ ഒരു ഫീൽഡിൽ എത്രയോ പേര് ക്രിക്കറ്റ് കളിക്കുന്നു, എത്രയോ പേര് ഫുട്ബോൾ കളിക്കുന്നു. പക്ഷേ ഈ നമുക്ക് പറയാൻ പറ്റുന്ന മെസ്സിയോ റൊണാൾഡോയോ നെയ്മറോ പോലുള്ള കുറേ പേര് അല്ലാതെ എത്രയോ ലോകത്തിൽ കോടിക്കണക്കിന് ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നു. അന്നേരം ഇതുപോലെ തന്നെ എല്ലാ കരിയറിലും ഒരുപാട് ഡോക്ടേഴ്സ്, എണ്ണി തിട്ടപ്പെടുത്താത്ത ഡോക്ടേഴ്സ്, നമുക്കറിയാവുന്ന അല്ലെങ്കിൽ അതിനകത്ത് ടോപ്പ് ആകുന്ന ഡോക്ടേഴ്സ് വളരെ കുറച്ച്, വളരെ മിനിമം. അന്നേരം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളൊരു ജീവിതത്തിൽ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പം അതിനെ 2-3 രീതി കാറ്റഗറി ചെയ്യാം. പൈസ കിട്ടുന്ന, നല്ല പൈസ കിട്ടുന്ന കോഴ്സ്. ആ പൈസ കിട്ടുന്ന മാത്രമല്ല, നമുക്കൊരു മനസ്സിന് ആസ്വാദനമാണ്. ഇപ്പം നമ്മൾ കുറേ കഴിയുമ്പോൾ, ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ചുമ്മാ അങ്ങ് ചെയ്ത് തീർക്കുകയാണ് എന്ന് തോന്നലുണ്ടായിരുന്നു. അതായത് നമ്മൾ ശരിക്കും ഇഷ്ടപ്പെട്ട് സ്കില്ല് മനസ്സിലാക്കി നമ്മൾ ഒരെണ്ണത്തിനകത്ത് കയറിയാൽ, അത് ചെറുതോ വലുതോ ആണെങ്കിലും, ഒരു പൊളിറ്റിക്കിനൊക്കെ എടുത്തൊരു കോഴ്സ് എടുത്താൽ പോലും അതിന് നിങ്ങൾ ജോലി കിട്ടുമ്പോൾ അതിനനുസരിച്ച് ആ ജോലിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയാണെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം, അടിച്ചു പൊളിക്കാം. അന്നേരം നിങ്ങൾ വളരെ വളരെ കാര്യമായിട്ട് പക്വതപരമായിട്ട് വളരെ ശ്രദ്ധിച്ച് മെച്യൂരിറ്റിയോട് കൂടി നിങ്ങളുടെ കോഴ്സ്, ഇതിനകത്ത് ബന്ധുക്കൾ, നാട്ടുകാർ, വീട്ടുകാർ, ഈ എല്ലാവരും, അധ്യാപകർ, ഇവരെല്ലാം പറയുന്നത് ഇങ്ങനൊന്ന് മാറ്റിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവ്വം നിൽക്കുക. നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒരു കോഴ്സ് പോകുന്നു, ഞങ്ങൾ ആ കോഴ്സിനോട്ട് പോകും, അങ്ങനല്ല. നിങ്ങളുടെ അഭിരുചി ഏതാണെന്ന് നിങ്ങൾക്കേ തിരിച്ചറിയാൻ പറ്റൂ, വേറെ ആർക്കും പറ്റില്ല. അത് തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾ അടിപൊളിയായിരിക്കും. അത് തിരിച്ചറിയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ആ പോയിന്റിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ജോലി, ഏറ്റവും മികച്ച കോഴ്സ് തിരഞ്ഞെടുക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ജോലി ഉറപ്പായിരിക്കും. ഏത് കോഴ്സിലും ഏറ്റവും ടോപ്പാകുന്നവർക്ക് ഒരിക്കലും ഒരിടത്തും ജോലി കിട്ടാതിരിക്കത്തില്ല. അതിനകത്ത് 100% ഉറപ്പാണ്. അന്നേരം സ്കില്ലും ഹാർഡ് വർക്കിങ്ങും ഡെഡിക്കേഷനും നമ്മുടെ മാക്സിമം നമ്മുടെ ഒരു താല്പര്യവും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾക്കും, കമ്പ്യൂട്ടർ സയൻസിൽ IT-യിൽ കിടുകാഴ്ചയായിട്ടുള്ള ഒരാൾ, അയാൾ ചിലപ്പം ഹൈ മാർക്ക് കിട്ടണമെന്നില്ല, അവൻ്റെ സ്കില്ല് കൊണ്ട് അവനെ ഏറ്റവും ടോപ്പ് കമ്പനികൾ അവനെ കൊണ്ടുപോകും. ചിലപ്പം ഗൂഗിളോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റോ പോലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള കമ്പനികൾ അതാണല്ലോ കൊണ്ടുപോകാം. അന്നേരം കൊത്തിക്കൊണ്ട് പോകുന്ന നമ്മൾ പറയത്തില്ലേ, എത്ര സാലറി, കോടികളുടെ സാലറി കൊടുത്താലും, പക്ഷേ അത് കഴിവിനാണ്. അന്നേരം നിങ്ങൾ സ്കിൽ ഏതിലാണെന്ന് നന്നായിട്ട് പരിശോധിക്കുക. അതിനുശേഷം ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും എല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മളൊരു കുറച്ച് സമയം, ശരിക്കും കുറച്ച് ദിവസങ്ങളെടുത്താൽ പോലും നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് പറയുന്ന വലിയ സംഭവമുണ്ട്, എല്ലാം നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.